ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടോപ്പേഴ്സ് ട്രാക്ക് എന്ന എഡ്യൂക്കേഷൻ ചാനലിലേക്ക് സ്വാഗതം. ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം, അതിലെ ഫസ്റ്റ് മോഡ്യൂളിലെ ഫണ്ടമെൻ്റൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ആ ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. മോഡ്യൂൾ 1 ആണ്. BA-കാരുടെ കോംപ്ലിമെൻ്ററി കോഴ്സാണ്. അപ്പോൾ അതിൽ ഇനി നമ്മൾ എടുക്കാനുള്ളത് എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല, അത് ബേസിക് കമ്പോണൻസ് ആണ്. കമ്മ്യൂണിക്കേഷന് വേണ്ട ബേസിക് കമ്പോണൻസ്. ഇത് എല്ലാ കമ്മ്യൂണിക്കേഷനിലും ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ ഇതിനെ യൂണിവേഴ്സൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നും പറയുന്നു. അപ്പോൾ എന്താണ് എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ? റെഫർ ടു ദ ബേസിക് കമ്പോണൻസ് ഇൻവോൾവ്ഡ് ഇൻ an act of communication. These elements are also called the universals of communication. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? യൂണിവേഴ്സൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ ബിക്കോസ് ദേ ആർ പ്രസൻറ്റ് ഇൻ എവ്രി കമ്മ്യൂണിക്കേഷൻ ആക്ട്. അത് എല്ലാ കമ്മ്യൂണിക്കേഷൻ ആക്റ്റിലും പ്രസൻ്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ആ എലമെൻറ്റ്സ് എന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തേത് സോഴ്സാണ്, രണ്ടാമത്തേത് റിസീവർ, മൂന്നാമത്തേത് കോണ്ടെക്സ്റ്റ്, നാലാമത്തേത് മെസ്സേജ്, അഞ്ചാമത്തേത് ചാനൽ, ആറാമത്തേത് നോയ്സ് ആണ്, ഏഴാമത്തേത് എൻകോഡിംഗ്, 8 ഡീകോഡിംഗ്, 9 ഫീഡ്ബാക്ക് ആൻഡ് 10 എഫക്റ്റ്. അപ്പം ഇനി ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോഴ്സ് എന്ന് വെച്ചാൽ ആ ഒരു മെസ്സേജിൻ്റെ ഉത്ഭവസ്ഥാനം, അതായത് എ പേഴ്സൺ ഹു സെൻഡ്സ് എ മെസ്സേജ് ഓർ എ സിഗ്നൽ ഈസ് ദ സോഴ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഒരു മെസ്സേജിനെ സെൻഡ് ചെയ്യുന്ന അയാളാണ് ആ കമ്മ്യൂണിക്കേഷനിലെ സോഴ്സ്. അതായത് ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്ന ആളാണ് സോഴ്സ്, അത് കേൾക്കുന്ന ആളാണ് റിസീവർ. ഓക്കെ, അപ്പോൾ സിഗ്നൽസോ മെസ്സേജോ സെൻഡ് ചെയ്യുന്ന ആളെയാണ് സോഴ്സ് എന്ന് പറയുന്നത്. അടുത്ത ആളാരാണ്? റിസീവർ. റിസീവർ എന്ന് വെച്ചാൽ എ പേഴ്സൺ ഹു റിസീവ്സ് ദ മെസ്സേജ് ഓർ സിഗ്നൽ ഈസ് ദ റിസീവർ ഇൻ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. ആരാണോ റിസീവ് ചെയ്യുന്നത്, ആരാണോ കേട്ട് നിൽക്കുന്നത്, അയാളാണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിലെ റിസീവർ. അപ്പോൾ സോഴ്സും റിസീവറും മനസ്സിലായി. ഇനി അടുത്തത് കോണ്ടെക്സ്റ്റ്. ആ ഒരു സന്ദർഭം അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം, ആ കമ്മ്യൂണിക്കേഷൻ നടക്കാനുണ്ടായ സാഹചര്യമാണ് കോണ്ടെക്സ്റ്റ്. കമ്മ്യൂണിക്കേഷൻ ഓൾവേസ് ടേക്സ് പ്ലേസ് വിത്തിൻ എ കോണ്ടെക്സ്റ്റ്. കമ്മ്യൂണിക്കേഷന് എപ്പോഴും ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടായിരിക്കും. ഇറ്റ് ക്യാൻ ഐദർ റെസ്ട്രിക്റ്റ് ഓർ സ്റ്റിമുലേറ്റ് ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. ഒന്നുകിൽ അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ കഴിയും, അതായത് കമ്മ്യൂണിക്കേഷനെ റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ട് ഒന്നുകിൽ ആ സന്ദർഭത്തിന് കഴിയും, അതല്ലെങ്കിൽ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനെ പ്രൊമോട്ട് ചെയ്യാനും ആ ഒരു കോണ്ടെക്സ്റ്റിന് കഴിയും. കമ്മ്യൂണിക്കേഷൻ ഇൻ എ ഫ്യൂണറൽ ഹോം, എ പബ്ലിക് പാർക്ക്, എ ക്രിക്കറ്റ് സ്റ്റേഡിയം ആൻഡ് ഇൻ എ ചർച്ച് വിൽ ബി എൻറ്റയർലി ഡിഫറെൻറ്റ്. അപ്പോൾ എന്താ പറയുന്നത്? ഒരു മരണ വീട്ടിൽ നടക്കുന്നത് പോലെയല്ല നമ്മളൊരു പബ്ലിക് പാർക്കിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക. ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ആവില്ല ഒരു ചർച്ചിൽ നമ്മൾ നടത്തുക. അപ്പോൾ ഇതെല്ലാം എൻറ്റയർലി ഡിഫറെൻ്റ് ആവും. എന്തിൻ്റെ ബേസിസിൽ? കോണ്ടെക്സ്റ്റിൻ്റെ ബേസിസിൽ. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതാണ് മെസ്സേജ്. അപ്പോൾ എന്താണ് നമ്മൾ ആ കൈമാറുന്ന ഒരു സന്ദേശം, അതാണ് മെസ്സേജ്. മെസ്സേജ് ഈസ് എനിത്തിങ് ദാറ്റ് ഈസ് സെൻഡ് ആൻഡ് റിസീവ്. നമ്മൾ കൊടുക്കുകയും റിസീവ് ചെയ്യുകയും ചെയ്യുന്ന മെസ്സേജ് ആയാലും എന്തായാലും അതാണ് മെസ്സേജ്. ജനറലി വി തിങ്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ മെസ്സേജസ് ആസ് ബീയിങ് വെർബൽ. നമ്മളെപ്പോഴും ചിന്തിക്കുക എന്താണ്? മെസ്സേജസിന് വെർബൽ ആയിട്ടുള്ള ഒരു ഫോം മാത്രമേ ഉള്ളൂ എന്നാണ്. വി ക്യാൻ ഓൾസോ കമ്മ്യൂണിക്കേറ്റ് നോൺ വെർബലി. പക്ഷേ നമുക്ക് എന്താണ് നോൺ വെർബലിയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. എന്താണ് നോൺ വെർബലി എന്ന് വെച്ചാൽ? എന്താണ് വെർബലി എന്ന് വെച്ചാൽ? അത് നമ്മൾ അടുത്ത ഭാഗത്ത് പറയുന്നുണ്ട്, എന്നാലും ഞാനൊന്ന് പറയാം. ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ വെർബലി നോൺ വെർബലി കമ്മ്യൂണിക്കേഷൻസ് വരുന്നുണ്ട്. വെർബലി എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ഓറൽ ഓർ റിട്ടൺ, പറയുന്ന കാര്യങ്ങളും എഴുതുന്ന കാര്യങ്ങളുമാണ് വെർബൽ. നോൺ വെർബൽ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ മുഖത്തുണ്ടാകുന്ന എക്സ്പ്രഷൻസ്, മുഖഭാവങ്ങളാലും അതുപോലെ ആംഗ്യങ്ങളാലും, ജസ്റ്റേഴ്സ്, ആംഗ്യങ്ങളാലും നമ്മൾ ചെയ്യുന്ന കമ്മ്യൂണിക്കേഷനാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇനി അടുത്തതാണ് ചാനൽ. ചാനൽ എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ആ ഒരു മെസ്സേജിനെ
മറ്റ് സെൻഡറിൽ നിന്നും റിസീവറിലേക്ക് എത്തിക്കുന്ന മാധ്യമമാണ് ചാനൽ. ഇറ്റ് ഈസ് ദ റൂട്ട് ഓർ വെഹിക്കിൾ എലോങ് വിച്ച് ദ മെസ്സേജ് ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം എ സെൻഡർ ടു റിസീവർ. അപ്പോൾ എന്താണ്, സെൻഡറിൽ നിന്നും റിസീവറിലേക്ക് മെസ്സേജിനെ എത്തിക്കുന്ന റൂട്ട് അല്ലെങ്കിൽ വെഹിക്കിളാണ് ചാനൽ. വെൻ യു ടോക്ക് ടു എ ഫ്രണ്ട്, നമ്മളൊരു ഫ്രണ്ടിനോട് സംസാരിക്കുമ്പോൾ ദ സൗണ്ട് വേവ്സ് ദാറ്റ് ക്യാരി യുവർ വേർഡ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ചാനൽ. അപ്പോൾ നമ്മൾ വേർഡ്സിനെ ക്യാരി ചെയ്യുന്ന ആ സൗണ്ടാണ് അവിടുത്തെ ചാനൽ. വെൻ യു റൈറ്റ് സംതിങ് ദ പീസ് ഓഫ് പേപ്പർ ബിക്കംസ് ദ ചാനൽ. നമ്മൾ എന്തെങ്കിലും എഴുതുകയാണെങ്കിലോ ആ പീസ് ഓഫ് പേപ്പറാണ് അവിടുത്തെ ചാനൽ. ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻസ്, റേഡിയോ, ടെലിവിഷൻ ആൻഡ് ഇൻ്റർനെറ്റ് ബിക്കം ദ ചാനൽ ഇൻ മാസ് കമ്മ്യൂണിക്കേഷൻ. മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷനിൽ മീഡിയംസ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ മീഡിയം അല്ലെങ്കിൽ ചാനൽ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ന്യൂസ് പേപ്പർ, മാഗസിൻസ്, റേഡിയോ, ടെലിവിഷൻ ആൻഡ് ഇൻ്റർനെറ്റ്. അപ്പോൾ എന്താണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നുണ്ട് കേട്ടോ. അടുത്തതാണ് നോയ്സ്. നോയ്സ് എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് കമ്മ്യൂണിക്കേഷനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന തടസ്സമുണ്ടാക്കുന്ന എന്ത് കാര്യമാണെങ്കിലും അതിനെ നോയ്സ് എന്ന് പറയാം. നോയ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ റെഫേഴ്സ് ടു എനിത്തിങ് ദാറ്റ് ഡിസ്റ്റോർട്ട്സ് ഓർ ഇൻ്റർഫിയേഴ്സ് വിത്ത് ദ മെസ്സേജ്. നമ്മൾ കൊടുക്കുന്ന മെസ്സേജിനെ ഇൻ്റർഫിയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്റ്റോർട്ട് ചെയ്യുന്ന എന്ത് കാര്യത്തെയും നമുക്ക് നോയ്സ് എന്ന് വിളിക്കാം. ദ സ്ക്രീച്ചിങ് ഓഫ് എ പാസിംഗ് കാർ, സൺഗ്ലാസസ് എ പേഴ്സൺ വെയേഴ്സ്, പ്രജുഡിസസ്, ബയസ്, പുവർ ഗ്രാമർ എക്സെട്ര. ഇതെല്ലാം നമുക്ക് നോയ്സ് ആയിട്ട് കണക്കൂട്ടാം. എന്തൊക്കെയാണ്? സ്ക്രീച്ചിങ് ഓഫ് എ പാസിംഗ് കാർ, ഒരു കാറ് പാസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സൗണ്ട് ഉണ്ടാകും. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം മറ്റൊരാൾക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ ആ സ്ക്രീച്ചിങ് ഓഫ് ദ പാസിംഗ് കാർ അവിടെ നോയ്സായി മാറി. അതുപോലെ സൺഗ്ലാസസ് എ പേഴ്സൺ വെയേഴ്സ്, അപ്പോൾ ഒരാൾ ധരിച്ച സൺഗ്ലാസ് എങ്ങനെ നോയ്സ് ആകുന്നത്? അയാൾ നമ്മുടെ കണ്ണിലേക്ക് നോക്കിയാണോ സംസാരിക്കുന്നത്, അതല്ലെങ്കിൽ അയാൾ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ അയാളുടെ മുഖത്ത് നോക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയാതെ വരുന്നു. അപ്പോൾ നമുക്ക് ആ കമ്മ്യൂണിക്കേഷനിൽ എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടായോ എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു. അപ്പോൾ ആ സൺഗ്ലാസ് അവിടെ എന്താകുന്നു? നോയ്സ് ആയിട്ട് മാറുന്നു. അതുപോലെ പ്രജുഡിസസ്, ബയസ്, പുവർ ഗ്രാമർ, അതൊക്കെ നമുക്ക് നോയ്സ് ആയിട്ട് കണക്കൂട്ടാവുന്നതേ ഉള്ളൂ. ഇൻ്റർഫിയർ വിത്ത് ദ എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് ട്രാൻസ്മിഷൻ ഓഫ് മെസ്സേജസ് ഫ്രം ദ സെൻഡർ ടു ദ റിസീവർ. ഇതെല്ലാം എന്താകുന്നു? ഇൻ്റർഫിയർ, അതായത് ഇടപെടലുകൾ, നമ്മുടെ എഫിഷ്യൻ്റ് ട്രാൻസ്മിഷന് എതിരെ ഇടപെടുന്ന കാര്യങ്ങളായിട്ട് മാറുകയാണ്. അപ്പോൾ ഇതെല്ലാമാണ് എന്ത്? നോയ്സ്. അടുത്തതാണ് എൻകോഡിങ്. എൻകോഡിങ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു കാര്യത്തെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക, അതിനെയാണ് എൻകോഡിങ് എന്ന് പറയുന്നത്. 2 ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻസ് ആർ എൻകോഡിങ് ആൻഡ് ഡീകോഡിങ്. എൻകോഡിങ്ങും ഡീകോഡിങ്ങുമാണ് 2 ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ് ഇൻ കമ്മ്യൂണിക്കേഷനിൽ. അപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ് ഡീകോഡിങ്ങും എൻകോഡിങ്ങും. എൻകോഡിങ് മീൻസ് ദാറ്റ് ദ മെസ്സേജ് ഈസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു എ ലാംഗ്വേജ് ഓർ കോഡ് സ്യൂട്ടബിൾ ഫോർ ട്രാൻസ്മിഷൻ ടു ദ ഇൻറ്റൻഡഡ് റിസീവർ. അതായത് റിസീവറിന് മനസ്സിലാകുന്ന ഭാഷയിലോ സിഗ്നൽസിലോ കോഡ്സിലോ ഒക്കെ നമ്മൾ കാര്യം പറയുന്നതിനെയാണ് എൻകോഡിങ് എന്ന് പറയുന്നത്. ഡീകോഡിങ്, ദ ആക്ട് of understanding or comprehending a message is referred to as decoding. അതായത് നമ്മൾ ആ റിസീവർ മനസ്സിലാക്കിയെടുക്കുന്ന പ്രക്രിയയാണ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. വെൻ വി സ്പീക്ക് വി ആർ പുട്ടിങ് അവർ ഐഡിയാസ് ഇൻ ടു സൗണ്ട് വേവ്സ്. നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ഐഡിയാസിനെ അത് സൗണ്ട് വേവ്സ് ആക്കി മാറ്റുന്നു. അതിനെ എൻകോഡിംഗ് എന്നാണ് പറയുക. ബൈ ട്രാൻസ്ലേറ്റിംഗ് സൗണ്ട് വേവ്സ് ഇൻ ടു ഐഡിയാസ്, ആ സൗണ്ട് വേവ്സിനെ ഐഡിയാസ് ആക്കി മാറ്റിയെടുക്കുന്ന പ്രക്രിയയാണ് എന്ത്? ഡീകോഡിംഗ്. വി ആർ ടേക്കിംഗ് ദം ഔട്ട് ഓഫ് ദ കോഡ് ദേ ആർ ഇൻ ആൻഡ് ഹെൻസ് ഡീകോഡിംഗ്. അപ്പോൾ അവർക്ക് മനസ്സിലാകുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ഡീകോഡിംഗ്. സിമിലർലി വെൻ വി റീഡ് എ ടെക്സ്റ്റ് വി ആർ ഡീകോഡിംഗ് ദ റിട്ടൺ സിമ്പിൾസ് ഓഫ് എ ലാംഗ്വേജ്. അതുപോലെ നമ്മൾ ഒരു ടെക്സ്റ്റിൽ നിന്ന് കാര്യങ്ങൾ വായിച്ചെടുക്കുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്? ആ ലാംഗ്വേജിൽ റിട്ടൺ സിമ്പിൾസ് ഉണ്ടല്ലോ, എഴുതപ്പെട്ടിട്ടുള്ള സിമ്പിൾസിനെ, ലാംഗ്വേജിൽ സിമ്പിൾസിനെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ ആശയം നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നു. അത് അവിടെ ഡീകോഡിംഗ് ആണ്. ഓക്കെ, ഇനി അടുത്തതാണ് ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ എന്താ? മറുപടി. അപ്പോൾ the information that is fed back to the source is known as feedback. സോഴ്സിന് റിസീവർ തിരിച്ചു കൊടുക്കുന്ന ഇൻഫർമേഷനാണ് ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് ഇൻ ജനറൽ റെഫേഴ്സ് ടു എനി പ്രോസസ് ബൈ വിച്ച് ദ കമ്മ്യൂണിക്കേറ്റർ ഒബ്റ്റെയിൻസ് ഇൻഫർമേഷൻ ആസ് ടു വെദർ ആൻഡ് ഹൗ ഹിസ് ഓർ ഹർ ഇൻറ്റൻഡഡ് റിസീവർ ഹാസ് റിസീവ്ഡ് ദ മെസ്സേജ്. അപ്പോൾ ഈ ഫീഡ്ബാക്കിലൂടെ സോഴ്സിന് എന്ത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും? നമ്മുടെ
റിസീവർ ഉണ്ടല്ലോ, സോഴ്സിൻ്റെ റിസീവർ സോഴ്സ് പറഞ്ഞ മെസ്സേജിനെ എങ്ങനെയാണ് മനസ്സിലാക്കിയെടുത്തത്, അതോ മനസ്സിലാക്കിയോ ഇല്ലയോ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ഫീഡ്ബാക്കിൽ നിന്ന് കഴിയും. ഞാൻ പറഞ്ഞ മെസ്സേജിന് ശരിയായ അർത്ഥത്തിൽ തന്നെയാണോ അവർ സ്വീകരിച്ചത് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ഫീഡ്ബാക്കിലൂടെ കഴിയും. അടുത്ത ആളാണ് എഫക്റ്റ്. എഫക്റ്റ് എന്ന് വെച്ചാൽ എന്താ? ഈ ഒരു കമ്മ്യൂണിക്കേഷൻ കൊണ്ടുണ്ടായ ഗുണം. ദ കോൺസിക്വൻസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആർ റെഫേർഡ് ടു ആസ് എഫക്റ്റ്. ആ കമ്മ്യൂണിക്കേഷൻ കൊണ്ടുണ്ടായ കോൺസിക്വൻസസിനെയാണ് എന്ത് പറയുന്നത്? എഫക്റ്റ് എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ഹാസ് ഓൾവേസ് സം എഫക്റ്റ് ഓൺ വൺ ഓർ മോർ പേഴ്സൺസ്. കമ്മ്യൂണിക്കേഷന് എന്തായാലും ഒന്നോ അതിലധികമോ ആൾക്കാർക്ക് ഒരു എഫക്റ്റ് ഉണ്ടാക്കാൻ കഴിയും. ദ എഫക്റ്റ് കുഡ് ബി ഓൺ ദ സോഴ്സ് ഓർ ഓൺ ദ റിസീവർ ഓർ ഓൺ ബോത്ത് ഓഫ് ദം. ഒന്നുകിൽ എഫക്റ്റ് സോഴ്സിനായിരിക്കാം, അതല്ലെങ്കിൽ എഫക്റ്റ് റിസീവറിനായിരിക്കാം, അതല്ലെങ്കിൽ രണ്ടാൾക്കാർക്കും എഫക്റ്റ് ഉള്ളൊരു കമ്മ്യൂണിക്കേഷൻ ആവാം നടക്കുന്നത്. അപ്പോൾ എഫക്റ്റും എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ ഏതൊക്കെയാണ് എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ? Elements of communications are source, receiver, context, message, channel, noise, എൻകോഡിങ്, ഡീകോഡിങ്, ഫീഡ്ബാക്ക്, എഫക്റ്റ്. അപ്പോൾ ഈ 10 എണ്ണമാണ് എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്ത ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 7. ഏതൊക്കെയാണ്? ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, ഇൻ്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, പബ്ലിക് കമ്മ്യൂണിക്കേഷൻ, മാസ് കമ്മ്യൂണിക്കേഷൻ, വെർബൽ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആൻഡ് 7ാമത്തത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അതെല്ലാം സിമ്പിളാണ്. കമ്മ്യൂണിക്കേഷനെ എന്തിൻ്റെ ബേസിസിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? Communication has been classified into several types depending upon the social groups in which takes place and upon the technical devices used to facilitate it. അപ്പോൾ ഏത് സോഷ്യൽ ഗ്രൂപ്പിലാണോ അത് നടക്കുന്നത് എന്നതിൻ്റെ ബേസിസിലും ഏത് ടെക്നിക്കൽ ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ് ആ കമ്മ്യൂണിക്കേഷൻ നടന്നത് എന്നതിൻ്റെ ബേസിസിലും ആണ് കമ്മ്യൂണിക്കേഷനെ എന്ത് ചെയ്തിട്ടുള്ളത്? ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നോക്കാം. ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ സ്വയം പറയുക, അതായത് നമ്മൾ ആത്മകഥം പറയില്ലേ, അതുപോലെയൊക്കെ നമ്മൾ മെഡിറ്റേഷൻ മൂലം അല്ലെങ്കിൽ ഉള്ളിലുള്ള റിഫ്ലക്ഷൻസ് ഒക്കെ, അതിനൊക്കെയാണ് എന്ത് പറയുന്നത്? ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് വിതിൻ ആൻ ഇൻഡിവിജ്വൽ ഈസ് കോൾഡ് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഒരു ഇൻഡിവിജ്വലിൻ്റെ ഉള്ളിൽ തന്നെ നടക്കുന്ന കമ്മ്യൂണിക്കേഷനെയാണ് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദ ഇൻഡിവിജ്വൽ ഫങ്ഷൻസ് ഹിയർ ആസ് ദ സോഴ്സ് ആൻഡ് റിസീവർ. അപ്പോൾ ആ ഇൻഡിവിജ്വൽ തന്നെ അവിടെ സോഴ്സും റിസീവറും ആയി മാറുന്നു. ഇറ്റ് ഇൻക്ലൂഡ്സ് അവർ റിഫ്ലക്ഷൻ, കണ്ടംപ്ലേഷൻ, മെഡിറ്റേഷൻ, അവർ ഇന്നർ മോണോലോഗ്സ്. അപ്പോൾ നമ്മൾ സ്വയം നടത്തുന്ന റിഫ്ലക്ഷൻസും കണ്ടംപ്ലേഷൻസും മെഡിറ്റേഷൻസും ഒക്കെയാണ് എന്താകുന്നത്? ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷന് എക്സാമ്പിൾസ് ആയിട്ട് മാറുന്നത്. അവർ റിഫ്ലക്ഷൻ അപ്പോൺ അവർ സെൽസ് ആൻഡ് അവർ റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ് ആൻഡ് വിത്ത് അവർ എൻവയോൺമെൻറ്റ്. അപ്പോൾ പ്രകൃതിയോടൊക്കെ നമ്മൾ ഇരുന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ ചിലർ കണ്ണാടി നോക്കിയൊക്കെ സംസാരിക്കും. അപ്പോൾ അതിനൊക്കെയാണ് എന്ത് പറയുന്നത്? ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കൺവേഴ്സിങ് വിത്ത് ദ ഡിവൈൻ മേ ബി ടേം ട്രാൻസ്പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇതിനെ എന്ത് പറയുന്നു? ട്രാൻസ്പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്നും പറയാം. ഇൻ്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് അടുത്ത ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് ഇൻ്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. എന്താണ് ഇൻ്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ? 2 പേഴ്സൺസ് മുഖാമുഖം നോക്കി നിന്നിട്ട് അടുത്ത് നിന്ന് സംസാരിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഇൻ്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇൻ്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഈസ് face-to-face communication between 2 persons or more in close physical proximity. അപ്പോൾ അടുത്തടുത്ത് നിന്നിട്ട് 2 വ്യക്തികളോ അല്ലെങ്കിൽ അതിലധികമോ പേർ ചേർന്ന് നിന്നിട്ട് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഇൻ്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, ഇൻ്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഡിസ്ക്രൈബ്സ് എനി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, വെർബൽ ഓർ നോൺ വെർബൽ, ബിറ്റ്വീൻ 2 or more people. അപ്പോൾ അവർക്ക് എന്തെല്ലാം നടത്താം? വെർബൽ കമ്മ്യൂണിക്കേഷൻ നടത്താം, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ നടത്താം, എന്ത് വേണമെങ്കിലും ഈ ഒരു ഇൻ്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനിൽ ഏത് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വേണമെങ്കിലും നടത്താം. ഇറ്റ് ഈസ് കൺസിഡേർഡ് ദ മോസ്റ്റ് എഫക്റ്റീവ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിക്കോസ് ഇറ്റ് ഈസ് പേഴ്സണൽ, ഡയറക്റ്റ്, ഇൻറ്റിമേറ്റ് ആൻഡ് അലോസ് മാക്സിമം ഇൻട്രാക്ഷൻ ഇൻ വേർഡ്സ്, ജെസ്റ്റർ ആൻഡ് എക്സ്പ്രഷൻ. അപ്പോൾ ഇതാണ് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷനായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഇതിൽ എങ്ങനെയൊക്കെയാണ് കമ്മ്യൂണിക്കേഷനെ നമ്മൾ കൂടുതൽ എഫക്റ്റീവ് ആക്കുന്നത്? ഇത്
പേഴ്സണലാണ്, ഡയറക്റ്റാണ്, ഇൻറ്റിമേറ്റാണ് ആൻഡ് അലോസ് മാക്സിമം ഇൻട്രാക്ഷൻ ഇൻ വേർഡ്സ്, ജെസ്റ്റേഴ്സ് ആൻഡ് എക്സ്പ്രഷൻസ്. അപ്പോൾ ഭാവങ്ങൾ കൊണ്ടും ആംഗ്യങ്ങൾ കൊണ്ടും വേർഡ്സ് കൊണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാക്സിമം ഇൻട്രാക്ഷൻ നടത്താനായിട്ട് പറ്റും. കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു പേഴ്സൺസ് ഈസ് ഓൾസോ നോൺ ആസ് ഡയാഡിക് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഈ ഇൻ്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷന് വേറൊരു പേരും കൂടിയുണ്ട്, ഡയാഡിക് കമ്മ്യൂണിക്കേഷൻ എന്നാണ് അതിൻ്റെ പേര്. ഇനി അടുത്ത ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ എന്താണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ? പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇരുന്നിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിനെയാണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഗ്രൂപ്പ് communication by many persons in face-to-face situation is described as group communication. അപ്പോൾ എന്താണ്? ഒരു ഫേസ് ടു ഫേസ് സിറ്റുവേഷനിൽ കുറേ ആൾക്കാർ ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഹിയർ ആസ് ദ ഗ്രൂപ്പ് ഗ്രോസ് ഇൻ സൈസ്, കമ്മ്യൂണിക്കേഷൻ ടെൻസ് ടു ബിക്കം മോർ ആൻഡ് മോർ ഓഫ് എ മോണോലോഗ് റെഡ്യൂസിങ് പാർട്ടിസിപ്പേഷൻ. ഇവിടെ ഗ്രൂപ്പിൻ്റെ സൈസ് ഗ്രോ ചെയ്യുന്തോറും എന്ത് ചെയ്യുന്നു? മോണോലോഗ് പാർട്ടിസിപ്പേഷൻ്റെ ഒരു അളവ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ദ ഡിഗ്രി ഓഫ് ഡയറക്ട്നെസ് ദർഫോർ ഡിപ്പെൻഡ്സ് ഓൺ ദ സൈസ് ഓഫ് ദ ഗ്രൂപ്പ്, ദ പ്ലേസ് വെർ ഇറ്റ് മീറ്റ്സ് ആൻഡ് ഓൾസോ ദ റിലേഷൻഷിപ്പ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ് ടു വൺ അനദർ. അതായത് ആ ഒരു മനസ്സിലാക്കിയെടുക്കുന്നതിൻ്റെ റേഞ്ച്, അതായത് ആ ഡയറക്ട്നെസ്സിൻ്റെ റേഞ്ച്, ഡിഗ്രി എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ആ സൈസ് ഓഫ് ദ ഗ്രൂപ്പിൻ്റെ സൈസിനെ. അതുപോലെ എവിടെയാണ് അത് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്, ആ ഒരു ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എവിടെയാണ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് അതിനെയും അതുപോലെ തന്നെ ആ ഗ്രൂപ്പിലുള്ളവരുടെ റിലേഷൻഷിപ്പിനെയും അനുസരിച്ചാണ് അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ്റെ ഡിഗ്രി എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതായത് ചിലർ മുഖം വീർപ്പിച്ചിരുന്നു കഴിഞ്ഞാൽ അവർക്ക് ഗ്രൂപ്പ് ഡിസ്കഷന് ഒരു ഇതുണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും നല്ല റിലേഷനും അതുപോലെ തന്നെ എവിടെയാണ് അത് മീറ്റിംഗ് നടക്കുന്നത് എന്ന്, ഒരു വീട്ടിൽ ഒരു കല്യാണ പാർട്ടിക്ക് എല്ലാവരും കൂടി നല്ല സന്തോഷത്തോട് കൂടിയിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണെങ്കിൽ അവിടുത്തെ ഒരു എന്താ പറയുക ഡിഗ്രി ഓഫ് കമ്മ്യൂണിക്കേഷനും വലിയൊരു സ്കൂളിൽ ഒരു മീറ്റിംഗ് വെച്ചിട്ട് അധ്യാപകരും വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളൊക്കെ കൂടിയിട്ട് മീറ്റിംഗ് നടത്തുമ്പോൾ അവർ തമ്മിൽ അനോണിമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അത്ര അധികം എന്താ പറയുക സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് സംസാരിക്കുക, അങ്ങനെ കൂടുതൽ സംസാരിക്കൊന്നും ഉണ്ടാവില്ല. അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ സംസാരിച്ച് നിർത്തും. അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഡിഗ്രിയും ഈ ഒരു കല്യാണ പാർട്ടിയിൽ ഉള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഡിഗ്രിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതാണ് പറയുന്നത് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ്റെ ഡിഗ്രി ഓഫ് ഡയറക്ട്നെസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? സൈസ് ഓഫ് the group, the place where it meets and also the relationship of the members of the group to one another. In group communication, feedback is more difficult to measure and respond to. അപ്പോൾ ഒരു ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനിൽ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൾട്ടായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് പബ്ലിക് കമ്മ്യൂണിക്കേഷനാണ്. പബ്ലിക് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു പബ്ലിക്കായിട്ടുള്ള സ്ഥലത്ത് ഒരു സദസ്സ്, ഓക്കെ, ആ ഒരു കമ്മ്യൂണിക്കേഷൻ. പബ്ലിക് കമ്മ്യൂണിക്കേഷൻ ഒക്കേഴ്സ് വെൻ എ ഗ്രൂപ്പ് ബിക്കംസ് ടു ലാർജ് ഫോർ ഓൾ മെമ്പേഴ്സ് ടു കോൺട്രിബ്യൂട്ട്. അതായത് വളരെ ലാർജായിട്ടുള്ള ഒരു ഗ്രൂപ്പ് മെമ്പേഴ്സ് അവരുടെ മുന്നിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ ഒരു പ്രസംഗം നടത്തുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നു. വൺ ക്യാരക്ടറിസ്റ്റിക് ഓഫ് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ ഈസ് ആൻ യുണീക്വൽ എമൗണ്ട് ഓഫ് സ്പീക്കിംഗ്. അതായത് ഒരാൾ മാത്രമാണ് അവിടെ സംസാരിക്കാനായിട്ട് കഴിയുള്ളൂ. വൺ ഓർ മോർ അഡ്രസ് ദെയർ റിമാർക്സ് ടു ദ റിമൈനിങ് മെമ്പേഴ്സ് ഹു ആക്ട് ആസ് ആൻ ഓഡിയൻസ്. അപ്പോൾ ഒന്നോ രണ്ടോ ആൾക്കാർ പ്രസംഗിക്കും, അത് കേട്ട് ബാക്കിയുള്ള മെമ്പേഴ്സ് എല്ലാം അത് കേട്ടിരിക്കുന്ന ഓഡിയൻസായിട്ട് മാറും. അതാണ് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അടുത്തതാണ് മാസ് കമ്മ്യൂണിക്കേഷൻ. മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? വളരെ വലിയൊരു ഓഡിയൻസിലേക്കാണ് ആ മാസ് കമ്മ്യൂണിക്കേഷൻ എത്തുന്നത്. അത് എന്താണ്? ഡൈവേഴ്സായിട്ടുള്ള Mass communication is the process of delivering information, ideas and attitudes to a sizable and diversified audience. അപ്പോൾ എന്താണ്? ഒരു വലിയ ഓഡിയൻസിലേക്ക് എന്ത് ചെയ്യുന്നു? നമ്മൾ ഇൻഫർമേഷൻസും ഐഡിയാസൊക്കെ ഡെലിവർ ചെയ്യുന്ന പ്രക്രിയയാണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് ഡൺ ത്രൂ ദ യൂസ് ഓഫ് മീഡിയ ഡെവലപ്ഡ് ഫോർ ദാറ്റ് പർപ്പസ്, നെയിംലി ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻസ്, റേഡിയോ, ടെലിവിഷൻ, വെബ്സൈറ്റ്സ്, സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക്സ്. അപ്പോൾ ഈ ഒരു ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻസ്, റേഡിയോ, ടെലിവിഷൻ പോലെയുള്ള മീഡിയാസ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്?
നമ്മൾ ആ ഒരു പർപ്പസിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഇത്തരം ഇലക്ട്രോണിക് മീഡിയാസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. ദ ആക്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ഈസ് മച്ച് മോർ കോംപ്ലെക്സ് ദാൻ ദാറ്റ് ഓഫ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനേക്കാൾ കോംപ്ലെക്സ് ആണ് ഈ മാസ് കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ഈസ് അഡ്രസ് ടു മാസസ്. അത് വളരെ വലിയ മാസിൽക്കാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. ടു എൻ എക്സ്ട്രീംലി ലാർജ് ഓഡിയൻസ്, ഒരു എക്സ്ട്രീംലി ലാർജ് ആയിട്ടുള്ള ഓഡിയൻസിൽക്കാണ് നമ്മൾ ഈ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ സോഷ്യൽ ഗ്രൂപ്പ്സിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ്? വെർബൽ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ എന്താണ് വെർബൽ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ? വായ കൊണ്ട് പറയുന്നതോ എഴുതുന്നതോ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. വെർബൽ കമ്മ്യൂണിക്കേഷൻ റെഫേഴ്സ് ടു സ്പോക്കൺ മെസ്സേജസ് ദാറ്റ് വി ട്രാൻസ്മിറ്റ് ബൈ പ്രൊഡ്യൂസിങ് സൗണ്ട്സ്. നമ്മൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് സ്പോക്കൺ ആയിട്ടുള്ള മെസ്സേജസിനെ ഒരാളോട് ഒരു കാര്യം പറയുക, അതിനെയാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇൻ ജനറൽ വി സ്പെൻഡ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് ടൈം പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഐദർ ആസ് സ്പീക്കേഴ്സ് ഓർ ലിസണേഴ്സ്. അപ്പം നമ്മൾ സ്പീക്കറായാലും ലിസണറായാലും നമ്മൾ അതിനു വേണ്ടി സമയം കണ്ടെത്തണം. വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഹ്യൂമൻ റിലേഷൻഷിപ്പ് സ്റ്റാർട്ടിംഗ് ഫ്രം ഇൻ്റർപേഴ്സണൽ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ടു അതർ കമ്മ്യൂണിക്കേഷൻ കോണ്ടെക്സ്റ്റ്സ്. അപ്പോൾ എന്താണ് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആയാലും ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആയാലും വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ് അവിടെ നടക്കുന്നത് അല്ലേ. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ റെഫേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ത്രൂ റിട്ടൺ ഓർ പ്രിൻറ്റഡ് വേർഡ്സ്. അപ്പോൾ പ്രിൻറ്റഡ് വേർഡ്സിലൂടെയോ റിട്ടൺ വേർഡ്സിലൂടെയോ നടത്തുന്ന കമ്മ്യൂണിക്കേഷനാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓൾദോ ഇറ്റ് ഈസ് വെർബൽ ഇൻ നേച്ചർ, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഹാസ് എ നോൺ വെർബൽ ഡയമെൻഷൻ. പക്ഷേ ഇതിനെന്താണ്, നേച്ചർ വെർബലാണ്, പക്ഷേ ഡയമെൻഷൻ എന്താണ്, നോൺ വെർബലാണ്. റിട്ടൺ നോൺ വെർബലാണ്, ഡയമെൻഷൻ. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഈസ് ഫോർമൽ, ലിറ്ററേറ്റ് ആൻഡ് ഫോളോസ് ദ റൂൾ ഓഫ് ഗ്രാമർ. അപ്പോൾ ഗ്രാമറിൻ്റെ റൂളൊക്കെ അനുസരിച്ച് ലിറ്ററേറ്റ് ആയിട്ട്, അതായത് ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് ഫോർമൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. ഇനി അടുത്തതാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ് കൊണ്ടോ ജെസ്റ്റേഴ്സ് കൊണ്ടോ നമ്മൾ നടത്തുന്ന കമ്മ്യൂണിക്കേഷനാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അതായത് മുഖഭാവങ്ങൾ കൊണ്ടും ആംഗ്യങ്ങൾ കൊണ്ടും നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ. ഹ്യൂമൻ ബീയിങ്സ് കമ്മ്യൂണിക്കേറ്റ് വെർബലി ത്രൂ വേർഡ്സ് ആൻഡ് നോൺ വെർബലി ത്രൂ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആൻഡ് ബോഡി മൂവ്മെൻറ്റ്സ്. അപ്പോൾ ഹ്യൂമൻ ബീയിങ്സ് എങ്ങനെയൊക്കെ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻസ്? വെർബലി എങ്ങനെ വേർഡ്സ് കൊണ്ട്, നോൺ വെർബലി ഫേഷ്യൽ എക്സ്പ്രഷൻസ് കൊണ്ടും ബോഡി മൂവ്മെൻറ്റ്സ് കൊണ്ടും. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ആസ് ദ പ്രോസസ് ഓഫ് സെൻഡിങ് ആൻഡ് റിസീവിങ് മെസ്സേജസ് വിതൗട്ട് ദ യൂസ് ഓഫ് വേർഡ്സ്. അപ്പോൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനെ എങ്ങനെ അണ്ടർസ്റ്റുഡ് ചെയ്യുന്നത്? വേർഡ്സിൻ്റെ ഉപയോഗം കൂടാതെ തന്നെ മെസ്സേജിനെ റിസീവ് ചെയ്യുകയും സെൻഡ് ചെയ്യുകയും ചെയ്യുന്ന പ്രക്രിയയായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന ടോപ്പിക്ക്. ഏതൊക്കെയാണ്? ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, പബ്ലിക് കമ്മ്യൂണിക്കേഷൻ, മാസ് കമ്മ്യൂണിക്കേഷൻ, വെർബൽ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇനി അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ആണ്. അത് അടുത്ത വീഡിയോയിൽ ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോ കുറച്ച് ലോങ് ആയി പോകും. അത് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്താണ് നിങ്ങൾക്ക് സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.